മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു ആകെ ദേഷ്യത്തോടെയും വിഷമത്തോടും കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും മേഘനാഥന് എന്തോ ഒരു കാര്യമുണ്ട്, അത് ഞാൻ എങ്ങനെ അറിയും? തെളിവോട് കൂടിയിട്ട് കാര്യം പറഞ്ഞെങ്കിലേ മേഘനാഥൻ വിശ്വസിക്കുകയുള്ളൂ. അത് മഞ്ജുവിന് എന്തായാലും ഉറപ്പാണ്. പക്ഷേ മേഘനാഥൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം ഒരാളുണ്ട് എന്ന് മഞ്ജുവിനറിയും. അത് സാഗറാണ്. എന്തായാലും ശരി, സാഗറെ എങ്ങനെയെങ്കിലും കാണണം. സാഗറെ കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയുള്ളൂ. കാരണം സാഗറും മേഘനാഥനും നല്ല ബന്ധമാണ് എന്ന് മഞ്ജുവിനറിയാം. അതേസമയം സാഗർ മാർക്കോയുടെ വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. മാർക്കോ സാഗറിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ എങ്ങനെയെങ്കിലും ആ മഞ്ജുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും, ആ കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെ, അത് വെറുതെ അവിടെ നിന്നിട്ട് ഈ ചതിൻ്റെ കൂടെ ഇരുന്ന് അതിന് ജീവിതം കേടുവരുത്തും എന്ന് നമ്മുടെ സാഗറോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ മഞ്ജു സാഗറെ വിളിച്ച് ഫോൺ ചെയ്യാണ്. എനിക്ക് എന്തായാലും നിങ്ങളെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ട് എനിക്ക് നിങ്ങളെ കാണണം എന്നിങ്ങനെ സാഗറോട് പറയണം. എന്താണ് എന്ന് സാഗർ ചോദിക്കുമ്പോഴും മഞ്ജു പറയില്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ എനിക്ക് കാണണമെന്ന് പറയണം. മഞ്ജു സാഗറെ കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അതിനുശേഷം സാഗറെ കണ്ടതും ചോദിക്കും, എനിക്കൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, മേഘേട്ടൻ്റെ കൂടെ ഒരു പെണ്ണുമായിട്ടൊരു ഫോട്ടോ വന്നിട്ടുണ്ട്, മേഘേട്ടൻ്റെ സത്യം എന്താണെന്ന് നീ പറയണം, നിനക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുക, നീ ഈ മഹാലക്ഷ്മിയെ ഏടത്തിയമ്മയെ നീ എന്താ ചെയ്തതെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം, അതിന് മേഘേട്ടനാണ് കൂട്ടുന്നതെന്ന് എനിക്കറിയാം, നീ പക്ഷേ എങ്കിൽ ഈ കാര്യം നീ പറയണം എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അതേസമയം സാഗർ എല്ലാ കാര്യങ്ങളും പറയണം. എനിക്കറിയാം മേഘൻ്റെ കൂടെ ഒരു മാനസ എന്ന ഒരു പറഞ്ഞൊരു സ്ത്രീയുണ്ട്, ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതേസമയം സാഗർ പറയണത് മാനസ എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. ആ മാനസയുടെ കൂടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അവർ ലിവ് ഇൻ ടുഗദറായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് എല്ലാ കാര്യവും അറിയാം. അവൾക്ക് ചിലവിന് കൊടുക്കുന്നതും, അവൾക്കൊരു കുഞ്ഞുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, അതിൻ്റെ പേര് അപ്പു എന്നാണ് എന്നെല്ലാം പറയണം കേട്ടോ. എനിക്കെല്ലാ കാര്യവും അറിയാം, അവിടെ പോകുന്നതാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനകത്ത് ദേഷ്യം വരികയാണ്. നീ വെറുതെ പൊട്ടത്തരം പറയാതെ കേട്ടോ, ഉള്ള കാര്യം പറയേ എന്നിങ്ങനെ പറയുന്നു. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും മഞ്ജു അത് വിശ്വസിക്കുക. അല്ല പറഞ്ഞാൽ മേഘൻ അവിടേക്ക് വരുമ്പോൾ ഞാൻ മഞ്ജുവിനെ വിളിക്കുക, അപ്പം മഞ്ജുവിനെ നേരിട്ട് കാണാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. മഞ്ജു വേഗം പോയിട്ട് കോളർ പിടിക്കുകയാണ് അവൻ്റെ അടുത്ത്. നീ ഉള്ള കാര്യമാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അതെ, ഞാൻ ഉള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇപ്പോഴും മേഘം പോകുന്നുമുണ്ട്, അതേപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ട ചിലവിനുള്ള പൈസയും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടിട്ട് മഞ്ജു ആകെ തകർന്ന മനസ്സോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതേസമയം മാർക്കോയും കൂട്ടുകാരനും കൂടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. സാഗർ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയും, ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്നിങ്ങനെ പറയും. എന്തായാലും ശരി, അവൻ എന്നെ ഒരു പെണ്ണ് പീഡിപ്പിക്കാൻ പോയി ഞാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ കേസ് കൊടുത്തത്. അവൻ ശരിക്കും പീഡനത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അവൻ മനസ്സിലാക്കണം. അത് മഞ്ജുവിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായി, അവൻ ഒരിക്കലും ഒരു വിഷമം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല, അവൻ ഇതിൽ നിന്ന് അറിയണം എന്നിങ്ങനെ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു എല്ലാം മനസ്സിൽ വെച്ചിട്ട് മേഘനാഥൻ വരികയാണ്. മേഘനാഥൻ വന്നിട്ട് റൂം കയറുമ്പോഴേക്കും ഫോൺ എടുത്ത് നോക്കുകയാണ് മഞ്ജു. ഇതിലാരാണ് മാനസ അറിഞ്ഞിട്ട് എന്താ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താ കാര്യങ്ങൾ എന്നെല്ലാം ഇങ്ങനെ തപ്പുകയാണ് കേട്ടോ. പക്ഷെ മാനസ എന്താണെന്നും ഏതാണെന്നും മഞ്ജുവിന് അറിയില്ല. അതേസമയം മോഹിനിയോടും അതേപോലെ മേഘനാഥനോടും വഴക്കിന് വേണ്ടിയിട്ട് മഞ്ജു ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, രണ്ടിലൊന്ന് സംഭവിക്കും. ഞാൻ എന്തായാലും തെളിവും കൊണ്ട് വരാം, അതുവരെ ഞാൻ വിശ്വസിക്കില്ല എന്നാണല്ലോ മഞ്ജു പറഞ്ഞിരിക്കുന്നത് മേഘനോട്. പക്ഷേ ആ തെളിവ് ഇതാ മഞ്ജുവിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു.